സംസ്ഥാന പാതകളിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഗതാഗത സുരക്ഷ ഒരുക്കാൻ കയർ ഡിവൈഡർ വരുന്നു. സർക്കാരിന് കീഴിലെ നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായി വികസിപ്പിച്ചതാണ് ഈ പരിസ്ഥിതി സൗഹൃദ ഡിവൈഡർ. റോഡിന് നടുക്കായി സിമന്റ് പാളികൾ നിർമ്മിച്ച് അതിനുള്ളിൽ മണ്ണ് നിറച്ചാണ് സാധാരണമായി ഡിവൈഡറുകൾ നിർമ്മിക്കുന്നത്. ഓരോ ഡിവൈഡറുകളിൽ നിറയ്ക്കാനും വലിയ തോതിൽ മണ്ണ് വേണമെന്ന് സാരം. എന്നാൽ കയർ ഡിവൈഡർ ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന്റെ ഉപയോഗം 70% കുറയ്ക്കാൻ കഴിയും. കുട്ടിച്ചകിരി ഉപയോഗിച്ചുള്ള കയറിന്റെ കൊക്കോലോഗും കയർ ഭൂവസ്ത്രവും മണ്ണിന് പകരം സിമന്റ് പാളികൾക്കിടയിൽ നിറച്ചാണ് കയർ ഡിവൈഡർ ഒരുക്കുന്നത്. മറ്റ് ഡിവൈഡറുകളെ അപേക്ഷിച്ച് നിരവധി ഗുണങ്ങളാണ് ഇതിനുള്ളത്. കൊക്കോലോഗ് എന്ന് പറയുന്നത് ബിറ്റ് ഫൈബർ ഉപയോഗിച്ചിട്ടാണ് കൊക്കോലോഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബിറ്റ് ഫൈബർ എന്ന് പറഞ്ഞാൽ കയർ ഇൻഡസ്ട്രിക്ക് ഒരു വേസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്ത് പറ്റും. പിന്നെ സോയിൽ ലെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ഈ ഒരു ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനകത്ത് സോയിൽ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് കയർ പിത്താണ് വരുന്നത്. അതോടൊപ്പം തന്നെ വാട്ടർ ഇറിഗേഷനും നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു എസ്തെറ്റിക് അപ്പിയറൻസും ഇതിന് കിട്ടുന്നുണ്ട്. തൊണ്ടുതല്ല് മില്ലുകളിൽ ബാക്കിയാവുന്ന കുട്ടിച്ചകിരി പലപ്പോഴും കത്തിച്ചു കളയുകയാണ് പതിവ്. എന്നാൽ ഇതുപയോഗിച്ചുള്ള കോക്കോലോഗ് വ്യാപകമായി കയർ ഡിവൈഡറുകളിൽ ഉപയോഗിക്കുന്നതോടെ ഇവ പാഴാകാതെ ഉപയോഗത്തിലെത്തിക്കാനും സാധിക്കുന്നു എന്നതാണ് പ്രധാനം. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വൈകാതെ ഇത് നടപ്പാക്കാനാകുമെന്നാണ് കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതീക്ഷ. മീഡിയ 1 തിരുവനന്തപുരം.